ഉള്ളത് ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിലാണ്. ഇറ്റ് ഈസ് ഇൻ കോട്ടയം അറ്റ് വടവാത്തൂർ റോഡ്. ആദ്യമായിട്ട് കൂടെ നോട്ടീസ് about their logo. This is beautiful logo. ആ വീടിന് നടുക്കൊരു ബേബിയുടെ സിമ്പിൾ. I really like it. ഒരു ഹോസ്പിറ്റലിലെ ഫീൽ പോലും ഇല്ല, എസ്പെഷ്യലി ദ സ്മെൽ. ഇറ്റ്സ് വെരി നൈസ് ആംബിയൻസ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടോക്ക് ടു ഡോക്ടർ സിമി. Come along. Hi doctor. Hello. Hi doctor. Hi. So ഡോക്ടറെ കാണാൻ കൂടുതൽ ഇവിടെ വരുന്നത് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ I came over here to know more about PCOS. So I think you should enlighten me because I have certain doubts. Okay. Okay. അപ്പോൾ ഭയങ്കര ഏർലി സ്റ്റേജസിൽ ഓഫ് വുമൻസ് ലൈക്ക് ഏർലി 20s PCOSന്റെ കാര്യം നമ്മൾ അറിയണം. So what are the suggestions that you would like to give to these women out there? PCOS എന്ന് പറയുന്നത് നമ്മൾ ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. യു ക്യാൻ കീപ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അത് വളരെ ഈസി ആയിട്ട് കൺട്രോളിലാക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പം ഡയറ്റും എക്സർസൈസുമാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രക്സ് എന്ന് പറയുന്നത്. നോ ഷുഗർ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. മധുരം കഴിക്കാനേ പാടില്ല. ഓൾസോ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കാം. ആൻഡ് പ്രോട്ടീൻ ധാരാളമുള്ള ഡയറ്റ് കഴിക്കാം. അതുപോലെ ഡെയിലി എക്സർസൈസ് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെയ്യണം. അത് PCOS എന്നുള്ള ഡയഗ്നോസിസ് ആകുമ്പോൾ തൊട്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലവും ഡയറ്റും എക്സർസൈസും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരിക്കണം. ഓക്കെ. അപ്പോൾ ഡോക്ടറെ കാണാൻ വന്ന ആൾക്കാർ തന്നെ PCOSന്റെ ഇഷ്യൂ ഉള്ള കാരണമാണ് വരുന്നത്, അത് ഇൻഫെർട്ടിലിറ്റി ഉള്ള കാരണമായിരിക്കും വരുന്നത്? ജനറലി എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് ബേസിക്കലി ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വൺസ് ഇൻ എ വൈൽ PCO ഇറെഗുലർ സൈക്കിൾസ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കാണാൻ വരാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം എന്നെ കാണാൻ വരുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്. അതിൽ ഒരു ഡയഗ്നോസിസ് മാത്രമാണ് PCOS. നമുക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖമുള്ള ആൾക്കാർ വരാം. ഈക്വൽ സ്ത്രീകളുടെ അത്രയും തന്നെ പുരുഷവന്ധ്യതയുണ്ട്. മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർ വരാം. നമുക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത വന്ധ്യതയുള്ളവർ വരാം. പിന്നെ ഇപ്പോൾ നമ്മൾ IVF ചികിത്സ ഇവിടെ ഓഫർ ചെയ്യുന്നതുകൊണ്ട് IVF ഫെയിലിയർ മുൻപ് IVF പരാജയപ്പെട്ട ആൾക്കാർ വരാം. പിന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി ആയിട്ടാണ് ബ്ലിസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജനറലി വന്ധ്യതാ ചികിത്സയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ആക്ച്വലി ഫേസ് ചെയ്യുന്നത് ഡോക്ടർ? ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാരുടെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സോഷ്യൽ പ്രഷറാണ്. പിയർ പ്രഷറും അവരുടെ കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യവും. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കപ്പിൾ പേരൻ്റ് ആവാൻ റെഡി ആവുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കി അവർ തന്നെ ചികിത്സ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർ ട്രൈ ചെയ്തിട്ട് ഒരു വർഷം ട്രൈ ചെയ്തു ആവുന്നില്ല, അവർക്കറിയാം അവർക്ക് ചികിത്സ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളത്. നമ്മൾ ഈ കുട്ടികളാവണില്ലേ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള സജഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആസ് എ സൊസൈറ്റി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ആൻഡ് ദെൻ ഈ ഒരു പ്രഷർ കൊണ്ട് എന്നെ കാണാൻ വരുന്ന കുറേ പേരുണ്ട്. ചിലപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊക്കെ അറിഞ്ഞ് വരുന്നവരുണ്ട്. പിന്നെ ആവാത്തവരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ചിലരുണ്ടാവാം. അത് മാക്സിമം അതിന്ന് ആൾക്കാർ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പിപ്പിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കോസ്റ്റ് കൂടുതലാണോ എന്ന് പേടിച്ചിട്ട് വരാത്ത ആൾക്കാരുണ്ടോ? ഈ ഇൻഫെർട്ടിലിറ്റി പൊതുവെ കൂടുതൽ ചികിത്സ ഇറ്റ് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് എന്നുള്ള ഒരു നോഷനുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് വരാതിരിക്കുന്ന, ഇപ്പോൾ പോണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ കുറേ ഫാമിലീസ് പിന്നെയും IVF ചെയ്യും ബിക്കോസ് സക്സസ് റേറ്റ്സ് നോട്ട് ഓൾവേസ് പോസിബിൾ, റൈറ്റ്? അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു സപ്പോർട്ട് ദം? IVF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ച് അത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ടൈം ആയിരിക്കും. അപ്പോൾ അവരുടെ ഈ ജേർണി എങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ബ്ലിസ്സിൽ എപ്പോഴും ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എല്ലാവരും ഭയങ്കര ഓപ്പൺ ടു സജഷൻസ്, റെഡി ടു ഹെൽപ്പ് ദം ആണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാ തരം ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് ബ്ലിസ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ ടൈലർ-മെയ്ഡ് പ്രോട്ടോക്കോൾസ് ആണ്. ഓരോ പേഷ്യൻറ്റിൻ്റെയും മൾട്ടിപ്പിൾ IVF ഫെയിലിയർ ഉള്ളവരെ പോലും എന്തായിരുന്നു അവരുടെ പ്രീവിയസ് ഇതിലെ പ്രോബ്ലം, അവർക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവരുടെ എന്ത് കറക്റ്റ് ചെയ്താൽ കൂടുതൽ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സൈക്കിൾ
ചെയ്യാം. അപ്പോൾ IVF ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് മൾട്ടിപ്പിൾ ടൈംസ്? IVF വീണ്ടും ചെയ്യാൻ പറ്റും. ആക്ച്വലി ഫസ്റ്റ് സൈക്കിളിൽ എന്തായിരുന്നു പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ട് തിരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പം ചിലപ്പോൾ ഒരു ഒബ്വിയസ് കോസ് ഒന്നും ഇല്ലാതെ IVF ഫെയിൽഡ് ആവും. അപ്പോൾ നമ്മൾ പ്രോട്ടോക്കോൾ മാറ്റി നോക്കാം, മരുന്നുകൾ കൊടുക്കുന്നതിൽ വ്യത്യാസപ്പെടുത്തി നോക്കാം. ആക്ച്വലി പ്രായം കൂടുന്തോറും IVFൻ്റെ സാധ്യത സക്സസ് ആവാനുള്ള സാധ്യത കുറഞ്ഞു വരിക ചെയ്യുക. ഒരു ഫെയിലിയർ ആയി എന്ന് വിചാരിച്ച് വിഷമിച്ച് പിന്നെ കാലങ്ങളോളം ചികിത്സ എടുക്കാതിരുന്നാൽ പിന്നെ ഒരു റിസൾട്ട് കിട്ടാനുള്ളതിനെയും ആ ചികിത്സ എടുക്കാതിരിക്കുന്നത് ബാധിക്കും. ഒരു പ്രാവശ്യം ഫെയിൽഡ് ആയാലും ഇഫ് യു ആർ ഇമോഷണലി സ്ട്രോങ് ഇനഫ്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ഇനഫ് to do one more cycle IVF, do it എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ there are a lot of success stories which has happened in our clinic, like Bliss in there. അപ്പോൾ would you like to share some of them with us? എല്ലാ പ്രഗ്നൻസിയും ഇപ്പോൾ നമ്മൾ ഓവുലേഷന് ഗുളിക കൊടുത്തിട്ട് പ്രഗ്നൻസി ആവുന്നത് തൊട്ട് IVF പ്രഗ്നൻസീസ്, മൾട്ടിപ്പിൾ IVF ഫെയിലിയർ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസീസ് ഒക്കെ നമുക്ക് വളരെ ഹാപ്പിനെസ് തരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു ക്ലിനീഷ്യൻസ്, ഒരു ഡോക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസസ്, സ്പേം ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സ്പേം ഉണ്ടായി അതിൽ നിന്ന് ലൈവ് ബർത്ത് ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എഗ്ഗിൻ്റെ നമ്പർ തീരെ കുറവാണ്, അത് കൂട്ടാനായിട്ട് നമ്മൾ കുറേ സ്ട്രാറ്റജീസ് വെച്ച് മരുന്നൊക്കെ കൊടുത്ത് അവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ അത് ചലഞ്ചിങ് കേസസ് പോസിറ്റീവ് ആകുമ്പോൾ ഒബ്വിയസ്ലി ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ എല്ലാ പ്രഗ്നൻസിയും സന്തോഷം തന്നെ. പക്ഷേ ഇതിന് സന്തോഷം മാത്രമല്ല, സിൻസ് ദർ ഇസ് നോ 100% റിസൾട്ട് ഇൻ ഇൻഫെർട്ടിലിറ്റി ഇൻ IVF, നമ്മൾ ഈ പേഷ്യൻസിൻ്റെ വിഷമവും കൂടെ കാണേണ്ടി വരും ചില സമയത്ത്. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. അവർക്കും വിഷമമാണ്, നമുക്കും വിഷമമാണ്. സോ വി കൗൺസിൽ ദ പേഷ്യൻറ്റ് ഇലാബറേറ്റ്ലി ബിഫോർ വി സ്റ്റാർട്ട്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, സക്സസ് എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, കോസ്റ്റ് എങ്ങനെയാവും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുക. സോ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആക്ച്വലി ഡു. So thank you so much, Doctor, for enlightening me. It's great meeting you.